ഹലോ, എല്ലാവർക്കും എസ്ട്ര ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വീണ്ടും നമ്മുടെ ഹാൻഡ് പിക്ക് ആയിട്ടുള്ള കുറച്ച് സാരീസ് കാണിക്കാനായിട്ടാണ്. നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ ഓർഗൻസ സാരീസിന്റെ ഒരു കളക്ഷൻസ് കാണിച്ചിരുന്നു. ആ ഒരു കളക്ഷൻ കാണിച്ചിട്ട് നല്ല റെസ്പോൺസ് ആണ്. ഒത്തിരി ആൾക്കാർ നമ്മളെ ആ ഒരു സാരീസ് ചോദിച്ച് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ 2-3 ഷെയ്ഡ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോഴും വീണ്ടും റീസ്റ്റോക്ക് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ നേരത്തെ കാണിച്ച കളേഴ്സിൽ തന്നെ 1-2 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആ സാരീസ് ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. നമുക്ക് ഓൾറെഡി ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ട് വരുന്ന കളർ വൈറ്റ് കളർ തന്നെയാണ്. നമ്മൾ ഒത്തിരി വ്യൂവേഴ്സും വൈറ്റ് സാരീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മൾ വൈറ്റ് എംബ്രോയിഡറി ഉള്ള സാരീസ് ആണെങ്കിലും വൈറ്റ് ഡിഫറെന്റ് കളേഴ്സ് എംബ്രോയിഡറി ഉള്ള സാരീസ് ഒക്കെ ആണെങ്കിലും ഈവൻ ഹാൻഡ് എംബ്രോയിഡറിയിലാണെങ്കിലും നമുക്ക് വൈറ്റ് സാരീസ് ഒത്തിരി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കളറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വ്യൂവേഴ്സിന്റെ റിക്വസ്റ്റ് മാനിച്ച് കുറച്ച് വൈറ്റ് സാരീസിന്റെ കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് സാരീസ് ഒക്കെ ഒന്ന് കാണാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു വൈറ്റ് കളർ എംബ്രോയിഡറി വന്നിരിക്കുന്ന ഓർഗൻസ സാരിയാണ്. നല്ല പ്യൂർ ഓർഗൻസ മെറ്റീരിയൽ, നല്ല ഭംഗിയുള്ള വൈറ്റ് എംബ്രോയിഡറി വരുന്ന ഒരു എലഗന്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഇതിന്റെ മുന്താണി പോർഷനായി വരുന്നത്. മുന്താണി പോർഷന്റെ എൻഡ് ഇതുപോലെ സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ്. മുന്താണി പോർഷൻ മാത്രമല്ല, ഈ സാരിയുടെ ഫുൾ ബോർഡറും ഇതുപോലെ സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ ഒരു മുന്താണി പോർഷനിൽ അത് ഇങ്ങനെ വർക്ക് വന്നിരിക്കുന്നുണ്ടോ, നല്ല ഭംഗിയുള്ള വർക്ക് ഈ മുന്താണി പോർഷനിൽ ഇതുപോലെ വന്നിരിക്കുവാണ്. നല്ല രസമായിട്ടുള്ള എംബ്രോയിഡറി, തിക്കായിട്ടുള്ള നല്ല ഫുൾ ആയിട്ടുള്ള ഒരു ബോർഡർ വരുന്ന പോലത്തെ ഒരു എംബ്രോയിഡറി പാറ്റേൺ ഇല്ല ആ ഒരു മുന്താണി പോർഷനിൽ. വലിയ ലെങ്തിലുള്ള വർക്കില്ല, അതായത് ഒരു ലോങ് ആയിട്ടുള്ള ഒരു മുന്താണി പോർഷൻ ഇല്ല ഇതിന്. ഉള്ള ഒരു പോർഷൻ പക്ഷെ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള, ഈ പറഞ്ഞ നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ ഹോളി കമ്മ്യൂണിയൻ ഒക്കെ വേണ്ടി ഒത്തിരി സാരി എൻക്വയറീസ് വരുന്നുണ്ട്. അവർക്കൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സാരി തന്നെ ഇത്. പിന്നെ ഇതിന്റെ ഒരു ബോഡി പാർട്ടിലോട്ട് വരുമ്പോഴത്തേനും ഞാൻ കുറച്ച് നൂർത്തിട്ട് കാണിച്ചു തരാം. ഇതിന്റെ ഒരു ബോഡി പാർട്ടിലേക്ക് വരുമ്പോഴത്തേനും ഫുൾ ബോർഡറിൽ കൂടെ ഈ ഒരു വർക്ക് വരുന്നുണ്ട്. ഇതുണ്ടോ, ഇതുപോലെ ഇതിന്റെ ബോർഡർ വശത്തൂടെ 2 വശത്തെയും ബോർഡറിലൂടെ ഇതുപോലത്തെ ഡിസൈൻസ് ഫുൾ വരുന്നുണ്ട്. ഇതുണ്ടോ, ആ ഒരു സ്കാലപ്പ് വർക്കും വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു സൈസിലുള്ള ഒരു ബോർഡറും തിക്കായിട്ടുള്ള എംബ്രോയിഡറി ഡിസൈൻസ് വെച്ചിട്ട് വരുന്നുണ്ട്. ഫുൾ ബോർഡറിൽ കൂടെ അങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതുകൂടാതെ ഇതിന്റെ ഒരു ബോഡി പാർട്ടിലും ഇത് കണ്ടോ, നിറച്ചും എംബ്രോയിഡറി വരുന്ന പോലെ ഇതിന്റെ ഒരു ബോഡി പാർട്ടും വന്നിരിക്കുന്നത്. നിറച്ചും ആ ഒരു ചെറിയ ചെറിയ മോട്ടീവ്സ് വരുന്നത് പോലെ വരുന്ന ഒരു നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുൾ ഹെവി എംബ്രോയിഡറിയുടെ, ഈവൻ വൈറ്റിലാണെങ്കിൽ പോലും വൈറ്റ് എംബ്രോയിഡറി ആണെങ്കിൽ പോലും നന്നായിട്ട് റിച്ച് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന പോലത്തെ ഒരു നല്ല എംബ്രോയിഡറി വർക്കുള്ള ഒരു സാരിയാണ്. ഇതിന്റെ കൂടെ ബ്ലൗസ് വരുമ്പോഴത്തേനും നമുക്ക് ഇതിന്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഇതുപോലെ ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഇതിന്റെ ബോഡിയിലുള്ള ഒരു വർക്ക് ഫുൾ ബോഡിയിൽ വരുന്ന പോലെ ഒരു ബ്ലൗസ് വന്നിരിക്കുന്ന, ബോർഡർ വരുന്നില്ല. നമ്മൾ ലാസ്റ്റ് കാണിച്ച ഓർഗൻസ സാരിയിലെ പോലെ തന്നെ ലാസ്റ്റ് നമ്മൾ കാണിച്ച കളറുള്ള ഓർഗൻസ സാരീസിലും ഇതുപോലെ നമുക്ക് ആ ഒരു ബോഡി പാർട്ട് ഫുള്ള് ചെറിയ വർക്ക് വരുന്ന പോലത്തെ അറ്റാച്ച്ഡ് ബ്ലൗസ് ആയിരുന്നു. ആ സെയിം പാറ്റേൺ തന്നെ ഇതിനകത്തും വന്നിരിക്കുന്നത്. പ്ലെയിൻ ബോർഡേഴ്സ് വന്നുകൊണ്ട് ഇങ്ങനത്തെ ഫുൾ ബോഡിയിലും ചെറിയ മോട്ടീവ്സ് വരുന്ന പോലത്തെ ഒരു പാറ്റേണിലുള്ള ഒരു സാരിയാണ്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 3350 റുപ്പീസ് ആണ്. ഇത്രയും ഫുൾ എംബ്രോയിഡറി ഉള്ള ഓർഗൻസ മെറ്റീരിയൽ സാരി ആയതുകൊണ്ട് തന്നെ ഈ ഒരു റേറ്റ് വരുന്നത്. അറിയാലോ, സാരീസിന്റെ ഒക്കെ റേറ്റ് ഈ പറഞ്ഞ പോലെ ഈ ഒരു റേറ്റ് തന്നെ വരുന്നത് നമുക്ക് നോർമലി. അതുപോലെ ഈ പറഞ്ഞ പോലെ ഇത്രയും ഹെവി എംബ്രോയിഡറി വർക്ക് കൂടെ ഒക്കെ വരുന്നത് കൊണ്ട് ഇത് ഉടുത്ത് കഴിയുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഇതിന്റെ ബോഡി പാർട്ടിലോട്ടൊക്കെ വരുമ്പോഴത്തേനും ഇതുകൊണ്ട് നമുക്ക് നോർമൽ സാരീസ് വരുന്ന പോലെ ഇതിന്റെ ഉടുത്ത് കാണുന്ന ഭാഗങ്ങളിൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. അല്ലാത്ത നമ്മൾ കുത്തുന്ന ആ ഭാഗത്തോട്ടൊക്കെ വരുമ്പോൾ ഇതുപോലെ പ്ലെയിനാണ്. നമ്മൾ നോർമലി നമ്മുടെ സാരീസിലൊക്കെ അങ്ങനെയാണ് വരാറ്. ഒരു ഹാഫ് പോർഷൻ എംബ്രോയിഡറി വരുന്നുണ്ട്, ബാക്കി വരുന്നിടത്തുള്ള എല്ലാം ഇങ്ങനെ ഈ ഒരു പ്ലെയിൻ എംബ്രോയിഡറി വന്നിട്ട് 2 വശത്തും അതുപോലെ ബോർഡറും വന്ന് നല്ല നമ്മൾ കൊടുത്ത് വരുമ്പോൾ ഈ പറഞ്ഞ ഒരു ഫംഗ്ഷനൊക്കെ, അതായത് ബാപ്റ്റിസം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോളി കമ്മ്യൂണിയൻ പോലത്തെ ഫംഗ്ഷൻസിനൊക്കെ നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സാരിയാണ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നതും ഇതുപോലത്തെ ഒരു ഓർഗൻസ മെറ്റീരിയൽ സാരി തന്നെയാണ്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വൈറ്റിൽ പിങ്ക് കളറിലെ എംബ്രോയിഡറി വന്നിരിക്കുന്ന ഒരു സാരിയാണ്. നമ്മൾ ഈ സെയിം ഡിസൈൻസ് കോട്ട സാരീസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് നമ്മുടെ ഓർഗൻസ മെറ്റീരിയലാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ആ സെയിം ഡിസൈൻസ്, ആ റോസ് ഫ്ലവേഴ്സിന്റെ സെയിം ഡിസൈൻസ് ആണ് നമ്മൾ നേരത്തെ കാണിച്ച സാരിയിലൊക്കെ പോലെ തന്നെ ഫുൾ ബോർഡറിൽ കൂടെയും ഈ മുന്താണിയുടെ എൻ പോർഷനിലും ഫുൾ ആ ഒരു സ്കാലപ്പ് വർക്ക് വന്നിട്ടുണ്ട്. ഇത് മുന്താണിയുടെ എൻ പോർഷൻ അങ്ങനെ ഇങ്ങനെയും എംബ്രോയിഡറി വന്നാണ് ഇത് എൻ പോർഷൻ ക്ലോസ് ചെയ്യുന്നത്. ഇതിൽ ഫുൾ ഇതുപോലത്തെ ചെറിയ മോട്ടീവ്സ് ഈ സാരിയിൽ ഓൾ ഓവർ ഉണ്ട്. ഇതിന്റെ ബോർഡേഴ്സ് വരുമ്പോൾ ഇതുണ്ട്, നല്ല ഭംഗിയായിട്ട് ആ ഒരു ബോർഡർ ഫുൾ ഈ ഒരു വർക്ക് വരുന്നുണ്ട്. അതുപോലെ ഇതിന്റെ ഒരു ബോഡി പോർഷൻ ഫുൾ ഇതുപോലെ
നല്ല ഭംഗിയുള്ള ആ ഒരു മോട്ടീവ്സ് കൂടെ ഉണ്ട്. ഉടുത്ത് വരുമ്പോഴത്തേനും ആ ഒരു പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ നല്ലതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന പോലത്തെ നല്ലൊരു സാരിയാണ്. ഇതിൻ്റെയും റേറ്റ് വരുമ്പോഴത്തേനും 2950 റുപ്പീസാണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത്. നമുക്ക് ആ വൈറ്റ് സാരിനേക്കാളും കുറച്ചുകൂടെ റേറ്റ് വ്യത്യാസമുണ്ട്. കാരണം വൈറ്റിൽ കുറച്ചുകൂടെ തിക്കറായിട്ടുള്ള എംബ്രോയിഡറി ആയതുകൊണ്ട് അതിന് ആ റേഞ്ച് വരുന്നത്. അപ്പം ഇതിനകത്ത് കുറച്ചും കൂടെ ആ ഒരു എംബ്രോയിഡറി അത്രയും തിക്നെസ് ഇല്ലല്ലോ, കുറച്ചുകൂടെ ഒരു ഗ്യാപ്പ് ഇട്ടുള്ള ഒരു മോട്ടീവ്സും കുറച്ചുകൂടെ വേറെ ടൈപ്പുള്ള ഒരു ബോർഡറും ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ടാണ് റേറ്റിൽ തമ്മിൽ വ്യത്യാസം വന്നിരിക്കുന്നത്. മെറ്റീരിയൽ രണ്ടും സെയിം ആണ് വന്നിരിക്കുന്നത്. രണ്ടും നല്ല ഓർഗൻസ മെറ്റീരിയൽ തന്നെ ഫാബ്രിക് വന്നിരിക്കുന്നത്. അതുപോലെ ഈ സാരി പാറ്റേൺ വരുമ്പോഴത്തേനും നമുക്ക് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ഓർഗൻസ മെറ്റീരിയൽ വരുന്ന പോലത്തെ ബ്ലൗസാണ് നമുക്ക് വന്നിട്ട്. ആ ഒരു കോട്ട സാരിയിൽ വന്നിരിക്കുന്ന അതേ പാറ്റേൺ തന്നെ ആ ഒരു പ്ലെയിൻ ഓർഗൻസ മെറ്റീരിയൽ, അന്ന് നമുക്ക് പ്ലെയിൻ വൈറ്റ് മെറ്റീരിയലായിരുന്നു ബ്ലൗസ് വന്നിരുന്നത്. ഇത് സെയിം നമുക്ക് പ്ലെയിൻ ഓർഗൻസ് വൈറ്റ് മെറ്റീരിയലാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു വൈറ്റ് ബ്ലൗസ് പെയർ ചെയ്യാതെ പകരം പിങ്ക് ബ്ലൗസ് പെയർ ചെയ്യുവാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. അങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഫംഗ്ഷനൊക്കെ നന്നായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ നല്ലൊരു ഭംഗിയുള്ള സാരിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഹോളി കമ്മ്യൂണിയൻ ബാപ്റ്റിസം പോലത്തെ ഫംഗ്ഷൻസിനൊക്കെയാണ് കൂടുതൽ നമുക്ക് ഈ ഒരു വൈറ്റ് സാരീസ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കളക്ഷനായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സാരീസ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സാരി കാണാം. ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന സാരി വരുന്നത് കോട്ട മെറ്റീരിയൽ വരുന്ന സാരി തന്നെയാണ്. നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന സാരീസിന്റെ ഒരു കളർ ചേഞ്ച് ആണ്. നമ്മൾക്ക് ഈ ഒരു സാരിയുടെ ഡിഫറെന്റ് ഒരു കളർ ഷെയ്ഡ് നമുക്ക് നേരത്തെ അവൈലബിൾ ആയിരുന്നു. അതിന്റെ ഒരു ഡിഫറെന്റ് കളർ ഷെയ്ഡാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഈ സാരിയുടെ ഒരു ലാവൻഡർ ഷെയ്ഡ്, അതായത് ഈ ഒരു വൈറ്റിലെ ലാവൻഡർ ഷെയ്ഡുള്ള ഡിസൈൻസ് നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് റീസ്റ്റോക്ക് വരുമോ എന്ന് ചോദിച്ച ഒരു കളർ ഷെയ്ഡായിരുന്നു. ഇപ്പം നമുക്ക് അതിന്റെ സെയിം കളേഴ്സ് വന്നിട്ടില്ല. ഇതിന്റെ ഒരു ഒന്ന് രണ്ട് വേറൊരു ഷെയ്ഡ്, അതായത് ലാവൻഡറിന് പകരം ഈ ഗ്രീൻ ഷെയ്ഡും പിന്നെ ഒരു ഷെയ്ഡ് കൂടെ ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് സാരി ആയിട്ട് അത് കാണിക്കാം. ഇപ്പം ഈ ഗ്രീൻ നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന പോലത്തെ നല്ലൊരു ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കൂടുതലും ഈ ഒരു പാറ്റേണിൽ നമുക്ക് വരുന്നത്. വൈറ്റിൽ ലൈറ്റ് ഷെയ്ഡ് ബോർഡേഴ്സ് വരുന്നില്ല, അതായത് ഭയങ്കര കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ബോർഡേഴ്സിന് പകരം കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് ആയിട്ടുള്ള ബോർഡേഴ്സ്, പേസ്റ്റൽ കളർ ബോർഡേഴ്സ് വരുന്ന പോലെ ഈ ഒരു പാറ്റേൺ സാരീസ് വരുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച സാരീസ് ഒക്കെ പോലെ തന്നെ ഫുൾ ബോർഡറിൽ കൂടെയും സ്കാലപ്പ് വർക്ക് ഉണ്ട്. ഇപ്പം ഈ ഒരു സ്കാലപ്പ് വർക്ക് ബോർഡേഴ്സ് ഒത്തിരി ട്രെൻഡിങ് ആണ്. ഒത്തിരി ആൾക്കാർക്ക് നമ്മൾ ഈവൻ ഹാൻഡ് എംബ്രോയിഡറി കളക്ഷൻസിലാണെങ്കിൽ ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ഫുൾ ബോഡി സ്കാലപ്പ് വർക്ക് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ടാണ് ഈ ഒരു സ്കാലപ്പ് വർക്ക് നിൽക്കുന്നത്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഫുൾ ബോർഡർ സ്കാലപ്പ് വർക്കും ഇതുപോലത്തെ ലൈൻ എംബ്രോയിഡറീസും അതിൻ്റെ ഇടയ്ക്കൂടെ നല്ലൊരു ഫ്ലോറൽ പാറ്റേണിൽ ഈ ഒരു പിസ്ത ഗ്രീൻ കളറിൽ ഈ ഒരു എംബ്രോയിഡറി വർക്കും വന്നിട്ടുണ്ട്. ഇതിൻ്റെ അതുപോലെ ബോഡി പാർട്ടിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ ആ ഒരു മോട്ടീവ്സ്, ഇങ്ങനെ ചെറിയ മോട്ടീവ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് 2-3 ടൈപ്പ് മോട്ടീവ്സ് ആയിട്ടാണ്. കുറച്ചൊരു ലീഫ് ഉള്ള ഒരു പാറ്റേണിലുള്ള മോട്ടീവ്സും അതുപോലെ കുറച്ചൊരു ചെറിയ മോട്ടീവ്സും ഒക്കെ വരുന്ന പോലെ 2-3 പാറ്റേൺസിലായിട്ടുള്ള മോട്ടീവ്സ് ഇതിന്റെ ഫുൾ ബോഡിയിലൂടെ ഓൾ ഓവർ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കിടപ്പുണ്ട്. ഇതിന്റെ രണ്ട് സൈഡിലും ബോർഡർ ഉണ്ട്. നോർമലി നമുക്ക് ബോർഡർ മോട്ടീവ്സും ഒക്കെ ഉള്ള വരുന്ന സാരി പോലെ തന്നെ ഇതിന്റെ ഒരു ഹാഫ് പോർഷൻ വരെയും ഫുൾ ബോഡിയിൽ ഈ ഒരു വർക്കും ബോർഡറും ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ കുത്തുന്ന ഭാഗം വരുമ്പോഴത്തേനും അടിയിൽ കൂടെ ബോർഡർ വരും. അതുപോലെ നമുക്ക് സാരിയുടെ ഹാഫ് പോർഷനിൽ, അതായത് മുട്ടിന് താഴോട്ട് വരുന്ന പോലെ വർക്ക് വരുന്ന പോലെ ഈ ഒരു സാരിയിൽ ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്ന ഇതുപോലെ മുട്ടിന് താഴോട്ട് വരുന്ന ഒരു ഭാഗം വരുന്ന പോലെ വർക്ക് വരുന്ന പോലെ നമുക്ക് നെക്സ്റ്റ് ഒരു ഹാഫ് സാരിയുടെ പോർഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ വരുന്നത്. അതുപോലെ ഇതിൻ്റെ കൂടെ നമുക്ക് വൈറ്റ് കളർ പ്ലെയിൻ ബ്ലൗസ് ആണ് പെയർ ചെയ്യാനായിട്ട് ഇവിടെ വിത്ത് ബ്ലൗസ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പ്ലെയിൻ ബ്ലൗസ് പെയർ ചെയ്യാനായിട്ട് താല്പര്യം കണ്ടോ, ഇതുപോലത്തെ പ്ലെയിൻ വൈറ്റ് ബ്ലൗസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വൈറ്റ് ബ്ലൗസ് നിങ്ങൾക്ക് പെയർ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഈ ഒരു പിസ്ത ഗ്രീൻ കളർ ബ്ലൗസ് പെയർ ചെയ്യുമായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഒരു ഒത്തിരി വൈറ്റ് എലമെന്റ് വരാതെ ആ ഒരു വർക്കിൻ്റെ കളർ ബ്ലൗസ് പെയർ ചെയ്യുന്നതായിരിക്കും അതിനൊരു മാച്ചിങ്. ഇപ്പം ആ ഒരു കൂടുതലും നമുക്ക് വരുന്ന കളക്ഷൻസിൽ ഒത്തിരിയും സെൽഫ് കളർ തന്നെയാണ് ബ്ലൗസ് വരാറ്. അതുകൊണ്ട് ഈ ഒരു പാറ്റേണിലും അങ്ങനെ വന്നിരിക്കുന്നത്. ഈ ഒരു കോട്ട സാരിയുടെ പാറ്റേൺസിൽ മൊത്തം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് സെൽഫ് കളർ ബ്ലൗസ് വരുന്ന പോലെ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഈ ഒരു സാരിയുടെ കളർ ചേഞ്ച് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, വളരെ ഭംഗിയുള്ള ഒരു ബ്ലൂ കളറാണ് നമുക്ക് ആ പിസ്ത ഗ്രീനിന് പകരം വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളറ് വരുന്ന പോലെയാണ് ഈ ഒരു ബോർഡർ ഈ ഒരു സാരിയുടെ വന്നിരിക്കുന്നത്. ആ ഒരു മുന്താണി പോർഷനായി കാണിക്കുന്നത്. മുന്താണി പോർഷനിൽ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ആ ഒരു എംബ്രോയിഡറി പാറ്റേൺ വരുന്നുണ്ട്. എൻഡിലൂടെ സ്കാലപ്പും വരുന്നുണ്ട്. പിന്നെ ബോത്ത് സൈഡ്സ് നമുക്ക് ആ ഒരു എംബ്രോയിഡറി വരുന്ന പോലെ തന്നെയാണ് നമുക്ക് ഇത് വരുന്നത്. ഇതിൻ്റെ കൂടെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് കളർ ബ്ലൗസാണ്. ബാക്കിയെല്ലാം നമ്മൾ ആ കാണിച്ച സാരിയുടെ സിമിലർ ആയിട്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്കും ഒക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു സാരിയിലും വരുന്നത്.
ഞാൻ ഓൾറെഡി മുമ്പത്തെ സാരിയിൽ കാണിച്ച പോലെ ആ ഒരു ഫുൾ ബോഡിയിലൂടെ മോട്ടീവ്സ് വന്നിട്ടുണ്ട്. ആ ബ്ലൂ കളർ വൈറ്റ് ബ്ലൂ കോമ്പിനേഷനും ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്യുന്നൊരു കളർ കോമ്പിനേഷനാണ്. നമുക്ക് നേരത്തെ സിൽക്കി കോട്ട മെറ്റീരിയൽ, അതായത് സൂപ്പർ നെറ്റ് മെറ്റീരിയൽ ഇതുപോലെ വൈറ്റ് ബ്ലൂ കോമ്പിനേഷനിൽ ഒരു സാരി ഉണ്ടായിരുന്നു. പക്ഷെ ആ സാരി നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷെ ആ സാരിക്ക് ഒത്തിരി എൻക്വയറീസ് വന്നൊരു സാരിയാണ്. അതിൻ്റെ ഒരു പീച്ച് കോമ്പിനേഷനൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ആ സാരീസ് നമുക്ക് സ്റ്റോക്കിലില്ല. ആ സാരീസ് നമുക്ക് ഒത്തിരി എൻക്വയറീസ് വന്നൊരു സാരിയായിരുന്നു. അതുപോലെ ഈ സാരിയുടെ ആണെങ്കിലും ആ ഒരു ലാവൻഡർ ഷെയ്ഡുള്ള സാരീസിന് ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നമുക്ക് ഈ ഒരു പാറ്റേൺ വരുന്നത്, അതായത് ഈ കോട്ടായിലെ ഈ ഒരു പർട്ടിക്കുലർ മോഡൽ വരുന്ന കളർ സാരീസ് ആണെങ്കിലും വൈറ്റ് സാരീസ് ആണെങ്കിലും എല്ലാം റേറ്റ് വരുന്നത്, ഈ സാരിയുടെ റേറ്റ് എല്ലാം വരുന്നത് 2495 വരുന്ന സാരീസ് ആണ്. അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഇതിന്റെ കളേഴ്സ്, അതായത് വൈറ്റിന് പകരം വേറെ കളേഴ്സ് ഉള്ള സാരീസും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാറ്റേൺ നല്ല ഡിമാൻഡിങ് ആയിട്ട് ഒത്തിരി ആൾക്കാർ നമ്മളെ എൻക്വയറി നമ്മൾ വീണ്ടും 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 റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പം നമ്മുടെ ഈ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള, അതായത് എല്ലാ സാരീസും നമ്മുടെ കയ്യിൽ പീസസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ വാട്സാപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഷെയ്ഡാണ് ഇഷ്ടം എന്നാൽ അത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി. അപ്പോൾ ഈ കാണിച്ച സാരീസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ സാരീസ് ഒക്കെ ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഷെയ്ഡ്സിലും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ വാട്സാപ്പ് ചെയ്യുക. കൂടുതൽ ഹാൻഡ് എംബ്രോയിഡറി കളക്ഷൻസ് ആണെങ്കിലും ഹാൻഡ് പിക്ക് കളക്ഷൻസ് ഒക്കെ ആണെങ്കിലും നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.